ഗായ്സ് ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ വെച്ചിട്ട് പല്ല് വെച്ചിട്ട് കേട്ടത് ബാത്റൂമിൽ കുളിക്കാനും കയറിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഷോപ്പിലായിട്ട് പോകാൻ വേണ്ടി പോണേ. പല്ലൊക്കെ തേച്ച് ഒന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഗായ്സ്. കണ്ടാ നല്ല മൂട് പല്ലൊക്കെ തേക്കാൻ നല്ല ഡ്രസ്സ് കൊണ്ട് ഇടാം. നേരെ പല്ല് തേച്ച് റെഡിയായിട്ട് ഞാൻ വരാം ഗായ്സ്. ഓക്കെ ഒന്ന് നമുക്ക് ഇവിടെയൊക്കെ പോകാനുണ്ട്. എവിടെയാണ് കുറച്ച് സ്വിഗ്ഗിയുടെ ഓഫീസിലൊന്ന് പോകാനുണ്ട്, കുറച്ച് ആഹാരം മേടിക്കാൻ പോകാനുണ്ട്. പിന്നെ അവൻ്റെ ഫോണിന്ന് ഡിസ്പ്ലേ ഒക്കെ ഒരു ലൈൻ വീണായിരുന്നു, അതൊന്നും കാണിക്കാൻ പോകാനുണ്ട്. പിന്നെ ഒരു 3 സ്ഥലത്ത് പോകാനുണ്ട് ഗായ്സ്. അപ്പോൾ എന്തായാലും നേരെ ഷോപ്പിലായിട്ട് അങ്ങോട്ടൊക്കെ പോകുമ്പോഴേക്കും നമുക്ക് വരാം. ഒന്ന് റെഡി ആയിട്ട് വരാം. ഞാൻ ഗായ്സ് ഞങ്ങൾ റെഡിയായി ഇറങ്ങിയിട്ട് അതെ അവന് പറയണ് നമ്മുടെ അവനെന്ന് പറഞ്ഞാൽ സൈക്കിളാണ്. ഇപ്പം സൈക്കിളാണ് നമ്മൾ പോണത്. സൈക്കിളൊക്കെ പോയിട്ട് നേരെ നമുക്കൊന്ന് ഷിഫിൻ്റെ അടുത്ത് പോകണം ഗായ്സ്. ഷിഫിൻ്റെ അടുത്ത് എങ്ങനെയാണ് വണ്ടി എടുക്കണ്ട? വണ്ടി എടുത്തിട്ട് ഞാൻ പറഞ്ഞ സ്വിഗ്ഗി അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളെടുത്തൊക്കെ പോകാനുണ്ട് ഗായ്സ്. നേരെ നമുക്ക് സൈക്കിൾ എടുത്ത് ഷിഫിൻ്റെ അടുത്തോട്ട് പോകാം. നമ്മുടെ വാഹനം പടക്കുതിരിയാണ് ഗായ്സ്. സൈക്കിള് ഇടില്ലല്ലേ, നമ്മൾ തുറക്കുക. നമ്മള് നേരെ ശിവന്റെ അടുത്താട്ടോ. ഓക്കെ, നമ്മളതേ വണ്ടി എടുത്ത് ഞങ്ങൾ പോകണം. മിസ്റ്റേട്ടാ ഹായ്. മിസ്റ്റേട്ടൻ വണ്ടി എടുക്കാൻ വന്നതാണ്. നിങ്ങളിതേ വണ്ടി എടുത്ത് ഗായ്സ്. അപ്പൊ ഞങ്ങൾ നേരെ വിട്ടിരിക്കുന്നുണ്ട് പോകണം. അപ്പൊ പോയിട്ട് ചേട്ടാ. ഓക്കെ, നേരെ നമ്മളിനി സ്വിഗ്ഗിയുടെ ഓഫീസിലായിട്ട് പോകണം ഗായ്സ്. ഓഫീസിലായിട്ട് റാപ്പ് മേടിക്കണം, നേരെ ഷോപ്പ് തുറക്കണം. അതാണ് പ്ലാൻ. നേരെ ഓഫീസ് ഞങ്ങൾ സ്വിഗ്ഗിയുടെ ഓഫീസ് എത്തിയിരിക്കണം. അത് ഈ ബിൽഡിങ്ങിന് 2ാമത്തെ ഫ്ലോറിലാണ് ഗൈസ് ഓഫീസ് വരുന്നത്. അതേ ഞാൻ ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ട്. എൻ്റെ ഈ ഡ്രസ്സിങ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇന്ന് ഡ്രസ്സില്ലാതെ ഗൈസ്. ഡ്രസ്സ് റൂമിലായിപ്പോയി, റൂമില്ല ഷോപ്പിലായിപ്പോയി. ഷോപ്പിലാട്ടോ നമ്മൾ ഡ്രസ്സാക്കി ഇരിക്കണം. അയ്യോ ഇതുവഴിയല്ലല്ലോ, അപ്പുറം വഴി ഒന്ന് കയറണം. നേരെ അകത്താട്ട് കയറിയിട്ടുണ്ട്. ഇവിടെ നിന്ന് 2ാമത്തെ ഫ്ലോറിലായിട്ട് ഗൈസ്. 2ാമത്തെ നമ്മൾ സ്വിഗ്ഗിയുടെ ഓഫീസ് എത്തിയിട്ടുണ്ട് ഗൈസ്. ഇവിടെയാണ് ഓഫീസ് തന്നെ. നമുക്ക് നമ്മുടെ കാര്യങ്ങളൊന്നും തിരക്കാട്ടെ. അപ്പോൾ ഗായ്സ് ഞങ്ങൾ അവിടം വരെ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും അവരുടെ ഓഫീസ് സ്റ്റാഫുകൾ ഇവിടെ ഇല്ല കേട്ടോ. ഫുഡ് കഴിക്കാൻ വേണ്ടി പോയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അതിനൊന്നും ഒരു സാധനം മേടിക്കാണ്ട് അത് മേടിച്ച് നേരെ തിരിച്ച് നേരെ വരുമ്പോഴേക്കും ബാക്കി കാര്യങ്ങൾ സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞത്. ഓക്കെ, നമ്മൾ ഹോൾസെയിലായിട്ട് സാധനങ്ങളൊക്കെ എടുക്കുന്നത് ഇവിടെ നിന്നാണ് കേട്ടോ. അവിടെ നിന്നൊരു റാപ്പ് നമുക്ക് മേടിക്കാനുണ്ട്. അത് മാത്രമേ ഇപ്പോൾ ഉള്ളൂ. നേരെ റാപ്പ് മേടിക്കട്ടെ. വായന പിടിക്കണം. അവിടെ റാപ്പ് മേടിക്കാൻ വേണ്ടി കയറി ചേട്ടാ. ഒരു റാപ്പ് അപ്പം അപ്പം ഞാൻ റാപ്പ് മേടിക്കണം. ഇവിടെ റാപ്പ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇതിന് ഒരു 110 രൂപ കേട്ടോ. 100 മീറ്റർ ഉണ്ട്, 30 സെൻറ്റിമീറ്ററിൻ്റെ സാധനം. നേരെ ഇന്ന് പേയ്മെൻറ്റ് കൊടുക്കട്ടെ. അപ്പം മേടിച്ചിറങ്ങിയിട്ടുണ്ട്. നമുക്കൊന്ന് ബേക്കേഴ്സിൽ കൂടി പോകണം. അപ്പോൾ നമ്മുടെ വണ്ടി ഇതാണ് ഗൈസ്. നമ്മുടെ ഇരിക്കുന്ന വണ്ടി ഇപ്പം ഇതാണ് കേട്ടോ. നമ്മുടെ സൈക്കിൾ മാത്രമല്ല നമ്മുടെ ഈ ബൈക്കും ഉണ്ട് അല്ലേ. നേരെ ഇപ്പോൾ നമ്മൾ ബേക്കേഴ്സിലായിട്ട് പോകണേണ്. അപ്പോൾ നമ്മൾ ബേക്കേഴ്സ് ട്രേഡേഴ്സ് എത്തിയിട്ടുണ്ട് ഗൈസ്. ഇതാക്കാണ്ടാണ് നമ്മുടെ ബേക്കേഴ്സ് ട്രേഡേഴ്സ്. കണ്ട നേരെ നമ്മളിവിടെ വേണമെങ്കിൽ വണ്ടി ഒതുക്കണം. വണ്ടി ഒതുക്കിയിട്ട് സാധനം എടുക്കണം. എടുത്തോ വണ്ടി അടിക്കും. അവിടെ വണ്ടി എടുക്കാനുള്ള സ്പേസ് ഉണ്ട് കേട്ടോ. അവിടെ ഒരാളെ നിൽപ്പുണ്ട് ഗൈസ്. താഴത്തിരുന്നപ്പോ കൈ കാണിച്ച ആൾക്കാർ വരുന്നു കേട്ടോ. നമ്മള് ഈ ഒരു സ്ഥലത്താട്ടോ നമുക്ക് ബ്രെഡ് മോൾഡ് വരുന്നത്. ഇതാണോ സാധനം? ഇത് തന്നെ സാധനം. ഇത് സൈസാണോ? അപ്പോൾ ഇതാണ് 3ാമത്തെ ടൈപ്പ്. 3 ടൈപ്പ് ഉണ്ടെന്നാ പറഞ്ഞ. ഒന്ന് ചെറുത്, ഒന്ന് വലുത്. അതിലുണ്ട് നോക്ക്. എന്തായാലും ഞങ്ങൾ നോക്കിയിട്ട് വരാം ഗൈസ്. ഉദ്ദേശിച്ച മോൾഡ് ഇവിടെ കിട്ടിയില്ല. അതുകൊണ്ട് ചോക്ലേറ്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ചോക്ലേറ്റ് ഒന്ന് കാണിച്ചാ. ചോക്ലേറ്റ് മാത്രം എടുത്തിട്ട് പിടിച്ചോ. ചോക്ലേറ്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ ഗൈസ്. നേരെ കൊണ്ട് ബില്ലടിക്കണം. നമ്മളവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് ഗൈസ്. നല്ല നേരെ ഒന്ന് ഇവിടം വരെ പോകണം. സ്വിഗ്ഗിയുടെ ഓഫീസിലായിട്ട് നേരെ സ്വിഗ്ഗിയുടെ ഓഫീസിലായിട്ട്. അപ്പോൾ ഗൈസ് എല്ലാ കാര്യം നമ്മൾ അതെ അവൻ കട തുറക്കണ്. ചേട്ടൻ ഹായ്. അതാ ഷോപ്പ് ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുന്നത് ചേട്ടാ. ഇവിടെ നേരെ ഓപ്പൺ ആക്കുന്നു. നമ്മൾ പോയ കാര്യങ്ങളെല്ലാം ശരിയായില്ല, എന്നാലും കുറച്ച് കാര്യങ്ങൾ ശരിയായി, കുറച്ച് കാര്യങ്ങൾ ശരിയാവാനുണ്ട്. ഇനിയും നേരെ ഷോപ്പ് ഓപ്പൺ ആക്കി അതിൻ്റെ ഉള്ളിലെ സാധനങ്ങളെല്ലാം അകത്തായിട്ട് ഇട്ടിട്ട് പുറത്തായിട്ട് ഇട്ടിട്ട് നേരെ വരാം ഗൈസ്. നേരെ പോയി ലൈറ്റ് ഓൺ ആക്കിയത്. അപ്പോൾ നേരെ പുറത്തായിട്ടിട്ട ഗൈസ്. ഓക്കെ, അങ്ങനെ നമ്മൾ വന്ന് കയറിയപ്പോൾ തന്നെ ബർഗറിനുള്ള സാധനങ്ങൾ സെറ്റ് ചെയ്ത് ഡോയിലായിട്ട് കയറ്റാൻ വേണ്ടി പോണേ. അപ്പോൾ നമ്മളൊന്ന് നൈസായിട്ട് ഡ്രസ്സ് മാറിയിട്ടുണ്ട്. ടീഷർട്ട് മാറിയിട്ടുണ്ട്. അത് ടീഷർട്ട് ആക്കിയത് നേരെ പുറത്തോട്ട് എല്ലാ സാധനവും കയറി ഇറക്കിയിട്ട് ഇവിടെ പണിയും കാര്യങ്ങളൊക്കെ ഏകദേശം ഒതുക്കി. ഇനി ചിക്കനും ബാറ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ അടിക്കാണ്ട് ബണ്ണ് കുറച്ച് റെഡിയാക്കാറുണ്ട് ഗൈസ്. നേരെ ബണ്ണ് റെഡിയാക്കാൻ വേണ്ടി പോണേ. നേരെ ബണ്ണ് റെഡിയാക്കി ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ കഴിയുമ്പോഴേക്കും കാണിച്ചു തരാം. നമ്മുടെ ഡോ ഏകദേശം ബേക്കായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഡോ ഇനി ഇതിപ്പം ഫുള്ള് ഡോയ ബ്ലാക്ക് കളറാവണം. അതൊക്കെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് പള്ളിയിൽ കൂടി പോയിട്ട് വരാം ഗൈസ്. നേരെ പള്ളിയിലായിട്ടൊന്നും വന്നിട്ട് പള്ളിയിൽ പോയിട്ടില്ല. നമ്മുടെ പാട്ടും കേട്ട് നേരെ ജസ്റ്റ് ഒന്ന് വെള്ളമായിട്ട് പോയിട്ടില്ല. ഓക്കെ, ബർഗറിനുള്ള ബണ്ണും കാര്യങ്ങളൊക്കെ ഡോ ആയി കഴിഞ്ഞപ്പോഴേക്കൊന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങണം. ഫുഡ് കഴിക്കാൻ പാത്രങ്ങളെടുത്തു. ചോറെടുക്കട്ടെ. എന്ത് കറിയാണ്? മീൻ കറിയാണെന്ന് തോന്നുന്നു കേട്ടോ. മീൻ കറി ഉണ്ട്, ഉണക്കമീനുണ്ട്,
ചോറും ഉണ്ട്, എല്ലാം കൂടി ഉണ്ട് കുഴച്ചെടുക്കട്ടെ. ഫുഡും ഉണ്ട്, ചോറ്, സാമ്പാർ, കൊഴുവ ഫ്രൈ. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഐറ്റംസ്. കുറച്ച് കൊഴുവ ഫ്രൈ എടുക്കുക, സാമ്പാറും മിക്സ് ചെയ്യുക. അതെ അപ്പൊ നമ്മള് ഏകദേശം പണിയൊക്കെ കഴിഞ്ഞ് രാത്രിയായപ്പോ ഏകദേശം 7:30 മണി അടുത്തായിട്ടുണ്ട്. മൊത്തം നമ്മൾ ക്ലീൻ ചെയ്തും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ച് ഇടയിൽ ഒരു ഫൊക്കാശി കൂടി സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഫൊക്കാശി നമ്മൾ അടിച്ച് വെച്ചേക്കണം കേട്ടാ. പിന്നെ ഏകദേശം പണിയും കാര്യങ്ങളൊക്കെ ക്ലീനിങ് ഒക്കെ മൊത്തം സെറ്റാക്കി നമ്മളെ ഒന്ന് പുറത്തായിട്ട് ഇരിക്കാൻ വേണ്ടി പോണ്. ഇപ്പോഴാണൊന്ന് ഫ്രീ ആയത് ഗൈസ്. അപ്പൊ അപ്പുറത്ത് പള്ളിയില് കുരിശിലവരി നടക്കണം കേട്ടാ. അപ്പൊ അതിൻ്റെ ആയിട്ടുള്ളൊരു സൗണ്ട് കേൾക്കാൻ പറ്റുമോ എനിക്കറിയില്ല. അപ്പൊ എന്തായാലും ഇന്നത്തെ പണികളൊക്കെ ഒതുങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യത്തിന്റെ റെസിപ്പി എന്തെങ്കിലും സാധനങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്കൊന്ന് കമന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റെസിപ്പിയും കാര്യങ്ങളൊക്കെ ഇട്ടുതരുന്നതായിരിക്കും. എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ പറയുക ഗൈസ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഓട്ട് വീൽസിന്റെ ഈ ഒരു സാധനം ഒന്ന് നൈസായിട്ട് ലൈറ്റ് കംപ്ലൈന്റ് ആയി പോയിരുന്നു. നമ്മുടെ ജയശേഖരൻ ശരിയായിക്കൊണ്ടിരിക്കുന്നത്. ജയശേഖരന്റെ കഴിവുകൊണ്ട് തെളിയിക്കുമെന്നാണ് ജയശേഖരൻ പറയുക. സംഭവം റെഡിയാക്കിയിട്ടുണ്ടാ. ഈ ലൈറ്റ് ഓഫ് ചെയ്യുന്നു, ആ ലൈറ്റ് ഓൺ ആക്കുന്നു. ലൈറ്റ് കത്തി ഗായ്സ് ഓട്ട് വീൽസ്. ചേട്ടന്റെ കഴിവാണ്. ചേട്ടാ മുഖടിക്കണ, ചേട്ടാ മുഖടിക്കല കൈ. ഓ നമ്മുടെ സ്ഥലത്ത് ഇളകിയപ്പോ കുറച്ചും കൂടി വെട്ടാൻ പോന്നിട്ട്. അതാണ് ഓട്ട് ബീൻസ്. ഓ 2 ഓട്ട് ബീൻസ് ഉണ്ട് കഴിച്ചു. ഇവിടെ നോക്കിയാൽ ആർക്കും പെട്ടെന്ന് അറിയില്ല, ശ്രദ്ധിക്കൂല. എല്ലാരും ഒന്ന് പോണ വഴി നോക്കിയിട്ട് പോന്നേ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കട കാണാം അല്ലേ. ഓട്ട് ബീൻസ് എളിഞ്ഞിട്ടുണ്ട്. ഇതുവരെ കസ്റ്റമേഴ്സ് ഒന്നും വന്നല്ല നമുക്ക്. അപ്പൊ അവര് ക്ലോസ് ചെയ്യാൻ പോണേ. നമുക്ക് അടുത്ത കസ്റ്റമർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാനാണ് നമ്മ. എന്തായാലും കസ്റ്റമർ വന്നവരെ വെയിറ്റ് ചെയ്യാം ഗൈസ്. ഓക്കെ, നമ്മുടെ പൊക്കാശിയായി റെഡി ആയിട്ടുണ്ട് കേട്ടാ. പൊക്കാശിന്റെ നോക്കി നല്ല ഫ്രഷ് പൊക്കാശിനെ പഠിച്ചിറക്കിയേക്കണം. ഓ പൊളി സാധനം. അപ്പൊ പൊക്കാശി ആയിട്ടുണ്ട്. നമുക്ക് പൊക്കാശി അതിന്റെ പ്രശ്നം തീർന്ന് എല്ലാ സാധനം ആയിട്ടുണ്ട്. ഇപ്പൊ ആര് വന്നാലും എല്ലാം കൊടുക്കാറുണ്ട് ഗൈസ്. എല്ലാ സാധനവും ഉണ്ട്. ഇതാണ് നമ്മുടെ ഇന്നത്തെ മെനു. ബ്ലാക്ക് ബർഗർ, ഇറ്റാലിയൻ പൊക്കാശി സാൻഡ്വിച്ച്, ഫ്രഞ്ച് ഫ്രൈസ്, ഡോളർ ഫ്രൈസ്, ചിക്കൻ ഫ്രൈഡ് ബർഗർ, ബ്രൗണി, ചോക്ലേറ്റ്, മഡ് കേക്ക് ഉണ്ട്. പിന്നെ കോൾഡ് കോഫി, മിന്റ് ഫ്രഷ് ലൈം, മിൽക്ക് ഷേക്ക്, മൊജിറ്റോ. ഇതാണ് നമ്മുടെ ഡ്രിങ്ക്സും വരുന്നത്. അപ്പൊ ഇത്ര സാധനം നമുക്ക് ഇന്നുണ്ട് കേട്ടാ. അപ്പൊ എല്ലാ സാധനമായിട്ടുണ്ട്. കസ്റ്റമർ മാത്രം വന്നാൽ മതി. അതിന്റെ കൂടി കുറെ കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ തകർക്കാം. അപ്പൊ ഗായ്സ് രാത്രി 12 മണിയാകുമ്പോൾ അങ്ങനെ ഫ്രഷ് ടൈം കുടിക്കുന്നത്. പിന്നെ കുറച്ച് പുട്ടുണ്ട്, കുറച്ച് പൊറോട്ടയുണ്ട്. അപ്പൊ വിനായനും ഉണ്ട്, നിജീഷും ഉണ്ട്. അപ്പൊ ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുന്നുണ്ട് ഗായ്സ്. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൻ കൂടി നോക്കിക്കോ.